ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പൊതിച്ചോറ്. ഇന്നത്തെ പൊതിയിൽ എന്തെല്ലാം കറികളുണ്ടെന്ന് നോക്കിയാലോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. നമ്മൾ ആദ്യം വെക്കുന്നത് ഒരു തോരനാണ്. ചീമച്ചക്ക തോരൻ വെച്ചതാണ്. അത് കഴിഞ്ഞ് വെക്കുന്നത് ഒരു മെഴുക്ക് വരട്ടിയാണ്. ചക്കക്കുരു മെഴുക്ക് വരട്ടിയതാണ്. ഇതിൻ്റെ വീഡിയോ ഇതിനോടൊപ്പം ഉണ്ട്. ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് അതും എല്ലാവരും ഒന്ന് കാണണം. അത് കഴിഞ്ഞ് ഇന്ന് മുട്ടയുണ്ട്, മുട്ട പൊരിച്ചത്. ഇന്ന് ചമ്മന്തിയില്ല, അതിന് പകരം ഒഴിക്കറിയാണ്, സാമ്പാറാണുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ പൊതിയിലുള്ള കറികൾ. ഈ പൊതി ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതിനോടൊപ്പമുള്ള ചക്കക്കുരു മെഴുക്കുവരട്ടുന്ന വീഡിയോയും ഉണ്ട്. അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ചക്കക്കുരു ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും. ചക്കയുടെ സീസണല്ലേ, അതുകൊണ്ട് അത് നമ്മളെടുത്ത് പൊളിച്ച് വൃത്തിയാക്കി ഇതുപോലെ വട്ടത്തിലരിഞ്ഞേക്കുന്ന, നീളത്തിലല്ല. അതൊന്ന് വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ചൊവ്വിന് വേവിച്ചെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ടൊരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങ കൊത്തിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച്. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിനകത്ത് വേറെ ഒന്നും ഇടുന്നില്ല, മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ വേണ്ടുന്നൊരു ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർക്കണം. വേവിച്ചപ്പോൾ ഉപ്പുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഒന്ന് മുളക് പൊടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുറേ സമയം എടുക്കും ഇതൊന്ന് മെഴുക്ക് വരട്ടിയാവാൻ. അതിൻ്റെ ഒരു താമസമേ ഉള്ളൂ. വേണമെങ്കിൽ എനിക്ക് ഒന്ന് വെന്ത് വരുമ്പം ഇച്ചിരിയോടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല മൂപ്പിച്ചെടുക്കണം. അതിപ്പോൾ ഒരുമാതിരി മൂത്ത് ഉണ്ടാകും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അതും എല്ലാവരുടെ സപ്പോർട്ടും കൂടണം. നാളെ കാണുന്നവരെ. ഓക്കെ, ബൈ.